ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വന്തം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇപ്പോഴും കേരള തിയേറ്ററിൽ വിജയകരമായിട്ട് പ്രദർശനം തുടരുന്ന മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ സീരീസിന്റെ അതോടൊപ്പം തന്നെ തുടരും പ്രിൻസ് ആൻഡ് ഫാമിലി, പടക്കളം തുടങ്ങിയ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ രാജ്യത്തെ തിങ്കളാഴ്ച ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകളാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ഹോളിവുഡിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന മിഷൻ ഇമ്പോസിബിൾ ദി ഫൈനൽ റെക്കനിങ് എന്ന് പറയുന്ന സിനിമ. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം തന്നെ ചിത്രത്തിന് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. ടോം ക്രൂയിസ് കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രം ക്രിസ്റ്റഫർ ആയിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രത്തിന് തിങ്കളാഴ്ച ദിവസമായിട്ടുള്ള ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം 6 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് വർക്കിംഗ് ഡേ ചിത്രത്തിന്റെ കളക്ഷൻ നേരിയ തോതിൽ ഇടിഞ്ഞെങ്കിലും ചിത്രത്തിൽ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് 46 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 200 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം നടത്തുന്ന ചിത്രങ്ങളൊന്നാണ് പടക്കളം എന്ന് പറയുന്ന സിനിമ. ഷറഫുദ്ദീൻ, സുരാജ് ബഞ്ഞാർമൂട് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രം മനു സ്വരാജ് ആയിരുന്നു ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ രണ്ടാം വാരത്തിൽ കളക്ഷൻ ആദ്യ വാരത്തേക്കാൾ കൂടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 12ാം ദിവസമായിട്ടുള്ള രണ്ടാം തിങ്കളാഴ്ച ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ 88 ലക്ഷം രൂപയോളം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ മാത്രം ചിത്രത്തിന് ഏകദേശം 64 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഓരോ ദിവസവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. 2025 മറ്റൊരു ഹിറ്റായിട്ട് പടക്കളം എന്ന് പറയുന്ന സിനിമ മാറുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രമെത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന മലയാള ചിത്രമാണ്. ദിലീപേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ അണിയിച്ചിരിക്കിയ ചിത്രത്തിന് രണ്ടാം വാരത്തിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ രണ്ടാം തിങ്കളാഴ്ചയായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രത്തിന് 76 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 90 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 16 കോടി പിന്നിട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിന് മാത്രം 11 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 ആയിട്ട് തുടരുന്ന ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രത്തിന്റെ തുടരും എന്ന് പറയുന്ന സിനിമയാണ്. ഏപ്രിൽ മാസം 25-ാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. 25-ാം ദിവസം ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കിയ ചിത്രത്തിന് 25-ാം ദിവസമായിട്ടുള്ള ഇന്നലെ 1,25 ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഇന്നലത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 1.5 കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്താൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 226 കോടി പിന്നിട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിനായിട്ട് 112 കോടി പിന്നിട്ട് ജൈത്രയാത്ര തുടരുകയാണ്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി. അപ്പോൾ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് തിയേറ്ററിലോട്ടെത്തിയ ചിത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.